നമസ്കാരം. ജോൺ ക്ലിമാക്കസിൻ്റെ ദ ലാഡർ ഓഫ് ഡിവൈൻ അസെൻറ്റിലെ 8ാമത്തെ പടവിൽ ഒരു കഥയുണ്ട്. ഒരു ദിവസം 3 സന്യാസിമാർ ഒരേ സ്ഥലത്ത് ഒരേ സമയം തികച്ചും ഹീനമായ വിധത്തിൽ നിന്ദിക്കപ്പെട്ടു. ആദ്യത്തെ സന്യാസിക്ക് അത് ക്രൂരമായ ഇൻസൾട്ടായി തോന്നി. ഏറെ ദേഷ്യം വന്നുവെങ്കിലും മറുത്തൊന്നും പറയാതെ അദ്ദേഹം സ്വയം നിയന്ത്രിക്കുന്നതിൽ വിജയിച്ചു. രണ്ടാമത്തെ സന്യാസിക്ക് ഇത്തരം വ്യാജ അധിക്ഷേപങ്ങൾ താൻ സ്വീകരിക്കേണ്ടതാണ് എന്ന തോന്നലിൽ ഉള്ളിൽ ആഹ്ലാദവും അതേസമയം തന്നെ നിന്ദിച്ചവനെ ഓർത്ത് അതീവ സങ്കടവും ഉണ്ടായി. മൂന്നാമനാകട്ടെ തന്നെക്കുറിച്ച് ഓർത്തതേയില്ല. പിന്നെയോ തന്നെ നിന്ദിച്ചവൻ്റെ പാപാവസ്ഥ ഓർത്തും അവൻ്റെ മനസ്സംഘർഷം ഓർത്തും മനസ്സലിവോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. The first was prompted by fear. The second was urged on by the hope of reward. The third was moved by love. ഭയം, പ്രതിഫലം, സ്നേഹം, ഏതാണ് പ്രിയരെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള നമ്മുടെ ബന്ധത്തെ ഭരിക്കുന്നത്? എനിക്കുള്ളതെല്ലാം ദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു നേട്ടവുമില്ല. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, കരുണയുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അത് അഹങ്കരിക്കുന്നില്ല, അത് പരുഷമല്ല. സ്നേഹം സ്വാർത്ഥതയില്ലാത്തതാണ്, അത് ക്ഷോഭിക്കുന്നില്ല, വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല, അത് അധർമ്മത്തിൽ ആനന്ദിക്കുന്നില്ല, സത്യത്തിലാണ് ആനന്ദിക്കുക. സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ശരിക്കും എത്ര വട്ടം വായിച്ചു പോയതാണ് പൗലോസിൻ്റെ ഈ വരികൾ. എന്നിട്ടെന്താ അല്ലേ? ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ മാത്രം മണ്ടന്മാരല്ലാത്ത മഹാബുദ്ധിശാലികളാണല്ലോ നമ്മളിപ്പോഴും. നമസ്കാരം.